ഹൈ കൂട്ടുകാരെ, എൻ്റെ ചുറ്റുങ്ങൾ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവില്ലേ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? പൂക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഉന്മേഷവും മാനസിക ഉല്ലാസം, ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ്. നമ്മളിങ്ങനെ ലേഡീസ് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പാത്രം കൊണ്ട് മല്ലിട്ട് തളർന്ന് നിൽക്കുന്ന പണിയെല്ലാം കഴിഞ്ഞ് തളർന്നിരിക്കുമ്പോൾ പൂക്കളെ വന്ന് നോക്കിയുണ്ട് നമ്മളെല്ലാ ക്ഷീണവും പമ്പ കടക്കും. അപ്പോൾ നമ്മൾ വീട്ടുമുറ്റത്ത് നമ്മൾ ഒരു വീട്ടമ്മ വിചാരിച്ചാൽ ഇങ്ങനെ പൂന്തോട്ടം നിറയെ പൂപ്പൊരു ഫ്ലവർ ഷോ ആക്കി മാറ്റാം. നമ്മൾ കുറഞ്ഞ സ്ഥലമാണെങ്കിൽ ഐഡിയപരമായിട്ട് പോവുകയാണെങ്കിൽ ഫുൾ പൂന്തോട്ടമാക്കി മാറ്റാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കുറേ പൂക്കളുണ്ട്. എനിക്ക് പിന്നെ എവിടെയെങ്കിലും പോയി പൂക്കളെ കണ്ടാൽ പിന്നെ ഞാൻ വിടൂല, അത് വാങ്ങിയിട്ടേ ഞാൻ അടങ്ങും. അങ്ങനെ ഇന്നലെ കാരാപ്പുഴ പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പോയതും അവിടുത്തെ പൂക്കളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ പൂക്കൾ വാങ്ങിയതാ. കണ്ടോ, ഭീമൻ ഡാലിയ, എന്തൊരു വലിപ്പം കൊണ്ട് കണ്ണ് തള്ളുക. ആ വലിപ്പം ഇനി മുതൽ എനിക്കുണ്ടാവും എന്നുള്ള അറിയില്ല. നിറയെ മൊട്ടൊക്കെ ഉള്ള ഡാലിയ പല കളറിലുള്ളത് ഞങ്ങൾ വാങ്ങിയതാണ്. ചുവപ്പ് എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് വെള്ളയും ഇളം മഞ്ഞയും മഞ്ഞ ഒരു സൈസ് കളറൊക്കെയാണ്. അപ്പം ഞാൻ ഇന്ന് ഈ ഡാലിയ നടും, ജെറേനിയ നടും, പിന്നെ എൻ്റെ ഡെയ്സി എല്ലാം ഇന്ന് ഞാൻ നടാൻ പോവുക. ഞാൻ എങ്ങനെയാണ് നടുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നടുമ്പോൾ എൻ്റെ ജെറേനിയ ഫുൾ പൂക്കളാണ്, ഇല കാണാതെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഇതൊക്കെ മൊട്ടുമ്പോൾ നിങ്ങോട്ട് വരുന്നേ ഉള്ളൂ, ഇതൊന്നും എടി എത്തിയില്ല. ഈ ഡാലിയ ഭീമൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എൻ്റെ ജെറേനിയും ഭീമനാ. ഇനിയും കുറച്ചും കൂടെ വിരിയാനുണ്ട്. അപ്പോൾ ഞാൻ നടുന്ന രീതി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ നടുന്നത് ഞാൻ നടുന്ന വ്യത്യാസം ഉണ്ടോ എന്ന് കമൻറ്റ് പറയണേ. ഞാനെങ്ങനെ നട്ടിട്ട് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്, എനിക്കൊരു 5 പൈസ മുടക്കൂല. എന്നാൽ വരി നമുക്ക് ഇതൊക്കെ ഒന്ന് നടാലോ. അങ്ങനെ ഞാൻ നടാൻ പോകുന്നത് ഇതാ, നല്ല ചട്ടി വാങ്ങി, പൂച്ചട്ടി വാങ്ങി. സാധാരണ ഞാൻ ഈ സിമൻറ്റ് ചാക്കിലാണ് പച്ചക്കറികളും ഒരുവിധം പൂക്കളും ഞാൻ നട്ടിരുന്നത്. ഇപ്പം പൂച്ചെടികളൊക്കെ നമ്മൾ വീടിൻ്റെ മുമ്പിൽ സിറ്റ് ഔട്ടിൽ നമ്മളെ മുറ്റത്തൊക്കെ വെക്കേണ്ടതാകുമ്പോൾ സിമൻറ്റ് ചാക്ക് തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിയതാണ്. അതിന് കുറച്ച് പൈസ കൊടുത്തു കേട്ടോ, ഇതേ എനിക്ക് പൈസ ചിലവുള്ളൂ. പിന്നെ ഞാൻ ഡാലിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാ. പിന്നെ ഇതിന് 17 രൂപ കൊടുത്തിട്ട് ഞാൻ കുറേ ചട്ടിങ് വാങ്ങിയതാണ്. എനിക്ക് പൂക്കൾ, പലതരം പൂക്കൾ നിറക്കാമെന്ന് വിചാരിച്ച്. ഞാൻ എൻ്റെ ഡെയ്സി പൂവിട്ട് കാണിക്കുമ്പോൾ ഓരോരുത്തർ എന്നോട് പറയൂ, നിങ്ങളെ വീട്ടിൽ കുറേ പൂക്കൾ ഉണ്ടാവുന്നുണ്ടല്ലോ, എന്നാൽ നിങ്ങൾ കുറേ പൂക്കളൊക്കെ ഒന്ന് വാങ്ങി വെക്കി പലതരം എന്നൊക്കെ. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോൾ എൻ്റെ ഡെയ്സിൻ്റെ പല കളറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഞാൻ ഇന്നലെ കാരാപ്പുഴ പോയി നോക്കുമ്പോൾ ശരിയാ, എന്നാൽ വെള്ള കളറുണ്ട്, വെള്ള കളർ നല്ല പൂവിട്ടിട്ടുണ്ട്. പക്ഷേ പിന്നെ ഡെയ്സിൻ്റെ ഈ വയലറ്റ് കളറില്ലേ, നീല പോലത്തെ, അത് എൻ്റേതാണെന്ന് തോന്നുന്നു കേട്ടോ, ഒന്നും കൂടി ഉഷാറായത്. അങ്ങനെ ഞാൻ ചട്ടിയിൽ നടാൻ പോവുക. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് എന്താ അറിയോ, ഇതെന്താണെന്നറിയോ, ഇതാണ് ബെഡ് പൊളിച്ചത്. ഒരു ബെഡ് പൊളിച്ചിട്ട് കുറേ ദിവസം ഇതുമ്പോൾ തന്നെ പണിയെടുക്കുന്നത്. കണ്ടോ ഇതിൻ്റെ ബാക്ക്. ഇത് നമ്മൾ കത്തിക്കൊന്നും വേണ്ട, ഇത് നമുക്ക് ചെടി നടാൻ ഫസ്റ്റാ. ഇതിൻ്റെ അടിയിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി, മണ്ണൊലിച്ച് പോകൂല. കുറച്ചൊക്കെ ഒരു നനവ് പിടിച്ച് നിൽക്കും. നനവ് പിടിച്ചിരിക്കുകയാണല്ലോ നമ്മൾ വേണ്ടത്, അതിനാണല്ലോ നമ്മൾ ഇത് ഇടുന്നത്. മണ്ണ് ഒലിച്ചും പോവരുത്. പിന്നെ ഈ മണ്ണ് എന്തെങ്കിലുമൊക്കെ അമർന്നിട്ട് നമ്മളെ ഹോൾസ് അടഞ്ഞു പോകും, അത് പ്രധാനമായി അത് അങ്ങനെ അടഞ്ഞു പോവാണ്ട് നിൽക്കും. അങ്ങനെ പല ഗുണങ്ങളും ഇതിനുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ബെഡ് പൊളിച്ചിട്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കുടുംബത്തിലെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ആ ഐഡിയ അറിയിരുന്നു, ഞാൻ കത്തിക്കാൻ നോക്കിയിരുന്നു, പിന്നെയാണ് ഇത് കണ്ടത്, എനിക്ക് താങ്ക്സൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ താങ്ക്സൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ ഇതിങ്ങനെ കാണിച്ചത് കൊണ്ട്. ഞാൻ 3 ഡാലി ഞാൻ അടിപൊളിയാക്കും. അതിന് മൊട്ടുണ്ട്, ആ മൊട്ട് എനിക്ക് അതുപോലെ വിരിയണം എന്നാ. അങ്ങനെ ഞാൻ 3 എണ്ണത്തിലും ചകിരി ഇട്ടു. 3 എണ്ണം ഒന്നിച്ച നടുക. അവരെ നമ്മൾ വേറിരിക്കേണ്ട, ഒരാൾക്ക് നല്ല വളം, ഒരാൾക്ക് ചെയ്യുമെന്നും പറയും, ഒരേപോലെ അങ്ങ് നടുക. അപ്പം കുറേ കരിയിലിടുക. കരിയില എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം, എൻ്റെ താര, എൻ്റെ ചെടികൾ നടുന്നതിൻ്റെ താര കരിയില അങ്ങ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ പിടിച്ച് നിൽക്കും. ഇപ്പം വേനലാണല്ലോ, വേനലാകുമ്പോൾ നമുക്ക് തന്നെ ദാഹം, അതുപോലെ തന്നെ ചെടികൾക്കും. നമ്മൾ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഒഴിച്ചു കൊടുത്ത് ഒലിച്ചങ്ങ് പോയാലേ പിന്നെ ഇതിന്
ഉണക്കായ ദാഹിച്ച് ഇപ്പം തന്നെ ആ ചെടി ഒന്നൊരു വാട്ടം വരുന്നുണ്ട്. ഞാൻ നനക്കാണ്ട നിന്നത് എനിക്ക് നടാൻ വേണ്ടിയിട്ട്. ഞാൻ 3 ഞാൻ കരിയിലിട്ട്. ഈ കരിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മണ്ണിടണം നമ്മൾ. കാരണം ഈ കരിയിലനൊക്കെ പെട്ടെന്ന് വിഘടിപ്പിച്ചിട്ട് വളമാക്കി മാറ്റിക്കോളും. പിന്നെ കരിയിലെടുക്കുമ്പോൾ പ്രത്യേകം പറയാനുള്ളത് ഗ്ലൗസ് ഇടണോ. ഞാൻ എല്ലാം കൊണ്ടുപോയി വെച്ചത് കൊണ്ടാണ്, ഞാൻ നോക്കിയിട്ടാണ് ഞാൻ ഇതിട്ടത്. പിന്നെ ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരി, നമ്മളെ കുടുംബത്തിലൊരു കൂട്ടുകാരി തന്നെ, കരിയിലെടുക്കുമ്പോൾ വാരിക്കൊണ്ടിരിക്കുമ്പോൾ അടിയിലൊരു പാമ്പ് പോരും. പാമ്പ് വന്ന് കൊത്തിയാൽ നമ്മൾ പൂവും വേണ്ട, പച്ചക്കറിയും വേണ്ട, ഒന്നും വേണ്ട, പണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് ഗ്ലൗസ് ഇടണേ. ഞാൻ എല്ലാം വാരി കോരുമ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിരുന്നു. ഇപ്പാണ് ഗ്ലൗസ് ഇടാണ്ട് നിന്ന്. എനിക്ക് പച്ചക്കൈ കൊണ്ട് ഒരു എളുപ്പമാണ് പണിയെടുക്കാൻ. അങ്ങനെ കരിയിലിട്ടു. മണ്ണ് പാറ പോലെ ഉറക്കാണ്ടിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് കരിയിലങ്ങ് ഇട്ടാലാ. ഇനി ഞാൻ നടാൻ പോകട്ടെ. നട്ടിട്ടേ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇട്ടുന്നുള്ളൂ. കാരണം ഇത് കുറച്ച് ഇറക്കി വെക്കണം. ഞാൻ മെല്ലെ, എൻ്റെ പൂ കണ്ടോ എന്താ അടിപൊളി. എന്താ ഇവര് ഇത് പാറ പോലെ കേട്ടോ, പാറ പോലെയാ മണ്ണ്. നമ്മളത് പോലെ അല്ല. ഇത് ഭയങ്കര കൃഷി എടുക്കണോലെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നാ പരാജയപ്പെടിയൊന്നുമില്ല. ഓലൊരു കമ്പ് വെച്ചിട്ടുണ്ട്. നല്ല സൂത്രം വേണം അത് ഒടിഞ്ഞു പോണേന്. ഇതാ കണ്ട ഒരു കമ്പ് വെച്ച്, ഒരു കളിമണ്ണ് പോലത്തെ ഇല്ലേ. ഏതായാലും ഞാൻ ഈ മണ്ണ് പോക്കുന്നില്ല. മേലേന്നൊക്കെ കുറച്ചൊന്നുണ്ട് എടുക്കട്ടെ. പുല്ലൊക്കെ വന്ന് ഇങ്ങനെ അങ്ങ് വെക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല അടിപൊളിയായിട്ടുണ്ടാവട്ടെ. ഈ ഡാലിയൻ്റെ വലിപ്പം കണ്ടിട്ടാണ് ഞാൻ അടിയിൽ ചകിരിയും മറ്റേ കരിയിലൊക്കെ ഇട്ടിട്ട് അങ്ങ് ഇറക്കി വെക്കുക. കാരണം എന്താണെന്നറിയോ, മണ്ണിട്ടിട്ട് എന്നിട്ട് നമ്മൾ സൈഡിലൊക്കെ ഇട്ട് നിറക്കുക. എൻ്റെ എന്താണെന്നറിയോ, ഈ മണ്ണ് തന്നെ കരിയില കമ്പോസ്റ്റാണ്. കൂടുതൽ കറുപ്പ് ഇതാ കണ്ടോ കളറ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഇനി ഞാൻ നനച്ചു കൊടുക്കും. അങ്ങനെ ഓരോന്ന് കുത്തിയങ്ങ് അമർത്തിന് കരിയില കൊണ്ട് വെള്ളം കുറേയൊക്കെ പിടിച്ച് നിൽക്കും. ഇതാ ഇത് അടിയിൽ തന്നതിൻ്റെ മേലെ ഒന്നും ഞാൻ മണ്ണിട്ടില്ല. എന്താ അങ്ങനെ വിജയകരമായിട്ട് ഞാൻ ഒരു ഇതാ കണ്ടോ എങ്ങനെയുണ്ട് പൂവ്. ഇഷ്ടപ്പെട്ടോ? ഒരു മൊട്ടുണ്ട്, ഇവിടെ ഒരു മൊട്ടുണ്ട്, ഇവിടെ ഒരു മൊട്ടുണ്ട്. മൊട്ടൊക്കെ വിരിയ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഞാൻ കാണിച്ചു തരൂ കേട്ടോ. ഇനി അങ്ങനെ രണ്ടാമത്തെ ഡാലി നടാൻ പോവുക കേട്ടോ. ഞാൻ അതിലിട്ടില്ല. ഞാൻ കുറച്ചൊരു ചാണകത്തിൻ്റെ പകരമുള്ള ഇത് ഒരു അണുനാശിനിയും കൂടിയാണ്, കീടനാശിനി. എന്താന്ന് പറഞ്ഞാൽ ഇത് അടിച്ചു ഇതിൻ്റെ വെള്ളത്തിലിട്ട് 2-ാം ദിവസം പച്ച വെള്ളം ഇട്ടിട്ട് നമ്മളിതിൽ നനയ്ക്കും. കുറേ കീടങ്ങൾ നശിക്കുന്നു. അപ്പോൾ 2 ഉപകാരമുണ്ട്. വളവുമാണ് കീടനാശിനിയുമാണ്. പൊട്ടിച്ചെടുക്കട്ടെ. നല്ല ഞാൻ ഒന്ന് കാണിച്ചാൽ മതി എന്ന് വിചാരിച്ചപ്പോൾ ചിലവർ പറയൂ എല്ലാം നിങ്ങൾ കാണിച്ചില്ലല്ലോ പൊട്ടിക്കുന്നു. പക്ഷെ സംഭവം അതുണ്ടല്ലോ, ഇതിൽ ഭയങ്കര പാറ പോലെ കേട്ടോ അവിടുന്ന് വാങ്ങിയത്. നമ്മൾ നല്ല ലൂസാക്കൂരേ, ഒരു ചൂടും. ഈ പാറ പോലെ ആയിട്ടാണ് ഇതിന് ഇതാ ഉണക്ക് വരുന്നത് കേട്ടോ. ഒരു ലൂസ് വേണം. ഇനി ആ മണ്ണിട്ടാട്ടെ. എൻ്റെ മണ്ണൊക്കെ നല്ല അടിപൊളി മണ്ണാ, നല്ല കറുപ്പ് കളറിൽ. ഞാൻ 3 കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. 3 റെഡിയായിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ 3ാമത്തതും ഇതിൻ്റെ വില പറഞ്ഞില്ലല്ലോ. ഇതിന് ഓരോന്നിന് 100 പറഞ്ഞത്. 3 എണ്ണം എടുത്തുകൊണ്ട് കുറച്ച് തന്നു.
ദാ. കണ്ടോ 3 ചെടികൾ എന്തൊരു ഭംഗിയാ. എനിക്ക് മണ്ണ് കോരാനൊക്കെ എൻ്റെ നമ്മളെ കുടുംബത്തിലെ ഒരു കർഷക, ഭയങ്കര കർഷക എന്ന് പറഞ്ഞാൽ ഞാനൊന്നും ഒന്നുമല്ല, അവർ തന്ന സമ്മാനമാണ് ഇത്. മണ്ണ് കോരാൻ കയ്യിൻ്റെ ഉപയോഗമേ ഇല്ല. ഇങ്ങനെ കൈ പിടിക്കണോ അല്ലെ, തൊടണ്ട, മണ്ണ് തൊടണ്ട. ഇങ്ങനെ നോക്ക്, നല്ല സൗകര്യമോ. ഇതിന് 2 സൗകര്യങ്ങളുണ്ട്. ഒന്ന് ഇത് മടക്കി വെച്ച് വേറെ ഒരു കൂർപ്പ് എടുക്കുന്നതുണ്ട്. കുഞ്ഞമ്മച്ചി തന്നതാ എനിക്ക് പൂളപ്പൊയിലുള്ള. താങ്ക്സ് കേട്ടോ കുഞ്ഞമ്മച്ചിക്ക്. ഇതൊന്നും അല്ല, പലതും തന്നിട്ടുണ്ട്. മറ്റൊരു കൃഷിക്കാർക്ക് എന്തും കൊടുക്കല്ലോ, അങ്ങനെ തന്നതാ. ഞാനും അങ്ങനെ കുറേ എല്ലാവർക്കും കൊടുക്കും. ഇന്നലെ വന്നൊരു കൂട്ടർക്ക് കൊടുത്ത്. പിന്നെ ഞാൻ വിത്തൊക്കെ കൊടുക്കും. എൻ്റെ ഇതൊന്നും ആയുധങ്ങളൊന്നുമില്ല. എന്താ അങ്ങനെ വിജയകരമായിട്ട് 3 എണ്ണവും. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു ചെടി വാങ്ങിയാൽ നമ്മൾ ചൂടോടെ നട്ടുവേണം കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ മൂടായി പോവും. ഇതൊക്കെ ചൂടോടെ നടുക. പിന്നെ ഞാൻ വിത്ത് പാകിയാൽ എനിക്ക് പരാജയം കേട്ടോ. വിത്ത് പാകിയാൽ എന്തെങ്കിലും കാരണം കൊണ്ട് അത് ചീഞ്ഞു നോക്കാം. കാരണം എനിക്കങ്ങ് നോക്കാൻ സമയം കിട്ടില്ല, തിരക്കിങ്ങ് വരും. അതുകൊണ്ട് വിത്ത് പാകലിന് മാത്രമേ ഞാൻ കുറച്ചൊരു പരാജയമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇത് പൈസ കൊടുക്കുമ്പോൾ കുറച്ച് ചൂട് കൂടും. അതും ഒരു സത്യമാണ്. ഇതിനിപ്പോൾ ചിലവായി എന്താ അറിയോ, ഇതിനൊരു 75 രൂപ ഏട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടിക്ക് 17. അങ്ങനെ 3 എണ്ണത്തിന് എനിക്ക് ചിലവായിട്ടുണ്ട്. ഇത് മുറ്റത്ത് വെക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ നോക്കണ്ടേ. അവിടെ നമുക്ക് പൂച്ചട്ടികളൊക്കെ ഇങ്ങനെ സിമൻറ്റ് ചാക്ക് നട്ടാൽ എന്നെ ചീത്ത അറിയും ആൾക്കാർ. നല്ലൊരു മുറ്റത്ത് കൊണ്ടുപോയി സിമൻറ്റ് ചാക്ക് പച്ചക്കറി നടുന്ന, ഇതിൽ കൊണ്ടുപോയി പൂക്കൾ നട്ടു എന്നൊക്കെ പറയും. അപ്പം എങ്ങനെയുണ്ട്, ഉഷാറല്ലേ? ഇനി ഞാൻ 2 കൂടി നടുന്നുണ്ട്. ഞാൻ എൻ്റെത് കേട്ടോ. ഞാൻ 3 ഡാലിയ നട്ടത് കണ്ടു. ഇനി എൻ്റെ പൂന്തോട്ടത്തിൽ നിറഞ്ഞ് നിൽക്കുന്ന ജെറേനിയ ഞാൻ ഇതിൻ്റെ പൊട്ട് പൊട്ടിച്ചിട്ട് പ്ലാവിൻ്റെ ഇലയിലേക്ക് വെച്ച് വേര് പിടിപ്പിക്കല. അങ്ങനെ ഒരു പൊട്ട് പൊട്ടിച്ച് വെച്ച് വേര് പിടിച്ച് കണ്ടോ, പൂ വരെ ഇട്ട്. ഇനി നമുക്ക് ഈ ഉണക്കൊന്നും വേണ്ട. ഇതിമെന്ന് അടിയത്തൊക്കെ ഇതാ പൂ വരട്ട് കണ്ടോ, മുട്ട ആയി വരുന്നേ ഉള്ളൂ. ഇതിനേക്കാൾ ഉച്ചാൽ വെച്ച് കുഞ്ഞാ. അങ്ങനെ ഞാൻ ഇതും കൂടെ നടട്ടെ കേട്ടോ. അടിപൊളിയായിട്ടുണ്ടാവട്ടെ. എന്താ ഒക്കെ പൂവുള്ളതാ കണ്ടോ, എന്താ അടിപൊളി. ഇനി അടുത്തത് എനിക്ക് കുഞ്ഞമ്മച്ചി തന്ന ഒരു ചെടി ഉണ്ട്. അത് കുഞ്ഞി ഡാലിയ. എന്താ ആ ചെടി ഞാൻ വേര് പിടിപ്പിച്ചേരും. ഇവിടെ അന്ന് 3-4 പൂക്കൾ ഉണ്ടായിട്ട് അത് ചെറുതാ. അതിങ്ങനെ നിറയും, ഒരു ചട്ടി നിറച്ചും ഉണ്ടാക്കണത്. എന്നാൽ ഇതൊന്നും മതിയെങ്കിൽ ഇതൊരു 10 എണ്ണം വെക്കണം. അപ്പം ഞാൻ ഇത് ആളായി വന്നിട്ട് പൊട്ടിച്ചിട്ട് ഇത് നിറക്കും. ഇതാ അങ്ങനെ വിജയകരമായിട്ട് ഇന്ന് ഞാൻ എന്തൊക്കെ നട്ടെന്നറിയോ, 3 തരം ഡാലിയ, 3 കളറ്. ഇത് കുഞ്ഞി ഡാലിയ, ഇതെൻ്റെ ജെറേനിയ. പിന്നെ അടുത്തത് എൻ്റെ ഡെയ്സി ഉണ്ട്. ഡെയ്സി എനിക്ക് നടാൻ ഇന്ന് പിന്നെ ചട്ടിയൊക്കെ നന്നാക്കി എടുക്കണം, പണികളുണ്ട്. അതുകൊണ്ട് ഇന്ന് ഡെയ്സി അവിടെ വെച്ചു. എനിക്കിഷ്ടംപോലെ ഡെയ്സി പൂക്കളാണല്ലോ ഉള്ളത്. പിന്നെ ഞാൻ ഇത് പിന്നെ ഇവിടെ നിന്നാണല്ലോ, കാരാപ്പുഴയിൽ നിന്നാണല്ലോ വാങ്ങിയത്. ഞാൻ അവിടുന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കുടുംബത്തിലെ 3 ടീം, മാഷാ അല്ലാ, 3 ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞു. എന്നോട് ചോദിക്കാതെ റുക്കിയാസ് വേൾഡ് അല്ലേ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ടോ. അങ്ങനെ കാരാപ്പുഴയിൽ നിന്ന് 3 ടീം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ പോയിന്. അവിടെ ഒരാൾ എന്നെ കാണാൻ കൊതിച്ച് നിൽക്കുകയായിരുന്നു പറഞ്ഞിട്ട് ഒരാൾ, ഈ 3 എല്ലാ ടീമും എന്നെ കാണാൻ കൊതിച്ച് നിൽക്കുന്നവരാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, എനിക്ക് അങ്ങനെ പ്രിയപ്പെട്ട കുറേ ഇതിലേക്ക് ഇറങ്ങിയോട് കൂടെ കുറേ പ്രിയപ്പെട്ടവർ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ടും സ്നേഹമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒന്നാമത് എന്താ അറിയുക, ഞാൻ ഈ പൂക്കളും പച്ചക്കറികളും ആണല്ലോ നടുന്നത്. പൂക്കളും പച്ചക്കറി അത് ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പം നോക്ക്, ഇത് ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും ഉണ്ടാവുമോ? എന്തോ അടിപൊളി.
ഇനി ഞാൻ എൻ്റെ ജെറേനിയ നിറച്ചുണ്ടായത് കാണിച്ചു തരാം. ഇതേപോലെ നട്ടതാ, വേറെ ഒന്നും ചെയ്തില്ല. ഇതെനിക്ക് പേടിയിട്ട് ചുറ്റും നല്ല ഉറപ്പുള്ള പാറ പോലത്തെ മണ്ണ, നനച്ചത് പതാവുകയ്ക്കൂ വിചാരിക്കുന്നു. കണ്ടോ എൻ്റെ ഡെയ്സി ഞാൻ നടലെങ്ങനെ അറിയാം, അടിയിൽ നിന്നൊരു കമ്പെടുത്തിട്ട് നടുന്നതാണ്. ഇഷ്ടംപോലെ ഡെയ്സി ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ ഭംഗിയില്ലേ, എന്തൊരു ഭംഗിയോ. അത് വേറൊരു ഭംഗി. എൻ്റെ ജെറേനിയത്തിൻ്റെ ഭംഗി നോക്ക്, അടുത്ത് നോക്കി. എൻ്റെ ഡാലിയ അടുത്ത് നോക്കി ഞങ്ങൾ ഞെട്ടു. എന്താ അവിടെയൊക്കെ നോക്കി, നല്ല ഭംഗിയാ. പിന്നെ ബോഗൺവില്ല ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അത് പിന്നെ വെയില, ബോഗൺവില്ലൻ്റെ വളം തന്നെ വെയിലിങ്ങോട്ട് കിട്ടിയാലുണ്ടല്ലോ അടിപൊളിയാ. നിങ്ങൾക്ക് ഏത് ഡാലിയ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണേ. എന്താ നോക്ക്, ഇതാ ഈ കളറാണോ, വെള്ളയാണോ, മഞ്ഞയാണോ, ചുവപ്പാണോ, അത് ജെറേനിയ. എൻ്റെ ഡാലിയ നോക്ക്, മൊട്ട് ഇഷ്ടം പോലെയാ. പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പം എൻ്റെ ചെടി നടൽ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പച്ചക്കറിയാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. പിന്നെ പൂക്കൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ പച്ചക്കറീനെ അതുപോലെ തന്നെ സ്വീകരിക്കുന്ന രണ്ടും ഇഷ്ടപ്പെടുന്ന കൂട്ടരും ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.